പറയണമെന്ന് എനിക്കറിയില്ല. ഈ മെഡിസിൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ മോള്. ആ മരുന്ന് 2 ആഴ്ചത്തേക്കുള്ളത് വാങ്ങിയിട്ടുണ്ട്. ബാക്കി ആവശ്യത്തിന് കാണുമല്ലോ. മുടങ്ങാതെ കൊടുക്കേണ്ട ഒരു ടാബ്ലറ്റ് അത് മാത്രോ? ബാക്കിയൊക്കെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കാനുള്ളതാ. അതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? പാചകത്തിനുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ? കുറച്ച് ദിവസം പോവാനുള്ളതൊക്കെ ഉണ്ട്. ഞങ്ങള് 2 പേരല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് മാറാൻ പറ്റിയൊരിടം ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി വേറെ വല്ല ശല്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. വാതിലും ജനലും ഒക്കെ വന്ന് തട്ടും. തുറന്നില്ലെങ്കിൽ തെറിവിളിയും. കുറച്ചു കഴിയുമ്പോ ഭീഷണി മുഴക്കി അങ്ങ് പോകും. ആമി, എന്ത് പ്രകോപനം ഉണ്ടായാലും വാതിൽ തുറക്കരുത്. ഒരു സ്ഥലം കണ്ടെത്തുന്നവരെ ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ശരി. ആരാ? അത് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത്. താൻ ആരാ? ഇതിനു മുമ്പ് തന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എന്റെ പേര് രഘു, ആദിലിന്റെ സുഹൃത്താ. ഗൾഫിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈ ആദിലെന്ന് പറയുന്നവനെ ഞങ്ങളുടെ ചങ്കിനെ കൊന്നിട്ട് ഇപ്പൊ ജയിലില്ല. അതറിഞ്ഞിട്ട് ഞാൻ വന്നത്. അന്ന് നിന്റെയൊക്കെ ചങ്ക് ആദിലിന്റെ പെണ്ണിനെ കയറി പിടിക്കുമ്പോ കൂടെ ഉണ്ടായിരുന്നവൻ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോടാ? ഉണ്ടോന്ന്? ഉണ്ടെങ്കിൽ അവന്റെ കവാല കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കും. നീയാണോ അവൻ? നീയാണോ? നീയാണോന്ന് പറയടാ. അല്ല രഘുവേട്ട, അവരാരുമല്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആദിൽ അവനെ വെട്ടിയത് അവന്റെ പെണ്ണിന്റെ മേല് കൈവച്ചിട്ടാ. ഇനി എന്റെ പെങ്ങടെ മേല് ഒരു തരി മണ്ണ് വീണ വെട്ടുന്നത് ഞാനായിരിക്കും. മനസ്സിലായടാ? മനസ്സിലായെന്ന്? എന്നാ പോടാ. അങ്ങ് പോവാൻ പോടാ. ഇറങ്ങി പോടാ. പോടാ. ആമീ, നിനക്ക് അറിയുന്ന കണ്ണു തുറക്കേ. ഒന്നുമില്ല രഘുവേട്ട, ഒന്നുമില്ല. അവന്മാരെ സൂക്ഷിക്കണം. ആദ്യമുള്ള പക കൂടി അവര് തീർക്കും. എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട. ആമി സൂക്ഷിച്ചാ മതി. അവന്മാർക്കിനി വിഷം കൂടും. എനിക്കറിയാം. ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാ. വാതില് ചവിട്ടി തുറന്ന് അവരകത്ത് കയറി വരുന്ന ഉറപ്പായ ഇവിടെ മണ്ണെണ്ണ ഇരിപ്പുണ്ട്. എന്റെ കത്തിക്കരിഞ്ഞ ശരീരത്തിൽ മാത്രമേ അവന്മാർക്ക് തൊടാൻ പറ്റൂ. പൊയ്ക്കോ. ഒരുപാട് ജോലിയൊക്കെ ഉണ്ടാവില്ലേ? പൊക്കോ.